ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഇജസ് ഓൺലൈൻ ട്യൂഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് SLC മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി എന്നുള്ള ബുക്കിലെ സെക്കൻഡ് ചാപ്റ്റർ കൽബിലെ നിലാവ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാപ്റ്റർ 1 ഇല്ലേ എന്ന് ചോദിക്കേണ്ട, നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ മേലെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകണില്ല, നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് ഇത് ആരാ എഴുതിയെന്നാണ്. ആരാ എഴുതിയത്? KD മുഹമ്മദ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫോട്ടോയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി നോക്കടാ, കൽബിലെ നിലാവിന്റെ ഗാനസംഗ്രമമാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ. താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് പാടി പറയണമെന്നുണ്ട്, പക്ഷെ എനിക്ക് പാട്ട് പാടാൻ അറിയാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. താമസിക്കുന്നോളെ, രണ്ട് താമസിക്കുന്നോളെ ഉണ്ട് കേട്ടോ. പഞ്ചവർണ്ണ പൈങ്കിളിയില് പങ്കുറങ്ങുന്നോളെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റാൻസിൽ പറയുന്നത്. ഇവിടെ എന്താ പറയണേ? താമരപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പൂന്തോട്ടത്തിൽ, താമരപ്പൂങ്കാവനത്തിൽ. അപ്പൊ താമരപ്പൂങ്കാവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താമരപ്പൂ മനോഹരമായി എന്ത് ചെയ്യുന്നുണ്ട്? വിരിഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. താമസിക്കുന്നോളെ എന്ന് ഗായകൻ തന്റെ പ്രിയപ്പെട്ട സംബോധന ചെയ്യുന്നു. അപ്പൊ നമ്മൾ സംബോധന ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെ സംബോധനയാണ്. 5 നിറങ്ങളുള്ള ഭംഗിയുള്ള തത്തയെ പോലെ, അതാണ് എന്ത്? പഞ്ചവർണ്ണ പൈങ്കിളി. പഞ്ചവർണ്ണ പൈങ്കിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 5 നിറങ്ങളുള്ള ഭംഗിയുള്ള തത്തയെ പോലെ സൗന്ദര്യങ്ങളും നിറങ്ങളും പങ്കുവെക്കുന്നവളാണ്, അഴകുള്ളവളാണ് പങ്കുറങ്ങുന്നോളെ അവൾ വീണ്ടും. അതായത് റംഗ് എന്ന് പറഞ്ഞാൽ പങ്കുവെക്കുന്നവളാണ് അല്ലെങ്കിൽ അഴകുള്ളവളാണെന്നാണ് പറയുന്നത്. അത് പങ്കുവെക്കുന്നവളാണ് ആര്? അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു പ്രിയപ്പെട്ടവൾ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ എന്ന് വീണ്ടും വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? കവി ആവർത്തിക്കുന്നുണ്ട്. കൽബിലെ നിലാവ്, ഹൃദയത്തിലെ മനസ്സിലെ നിലാവ് എന്ന ശീർഷകം സൂചിപ്പിക്കുന്നത് ഈ വർണ്ണിക്കുന്ന പ്രിയപ്പെട്ടവൾ ഗായകന്റെ ഹൃദയത്തിൽ നിലാവ് പോലെ ശോഭയോടെ വസിക്കുന്നു എന്നാണ്. അപ്പൊ നമുക്ക് കൽബിലെ നിലാവ് എന്ന് പറഞ്ഞാൽ, കൽബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം, നിലാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അമ്മിയമ്മാവൻ. അപ്പോൾ മനസ്സിലെ നിലാവ് അല്ലെ എന്ന ശീർഷകം സൂചിപ്പിക്കുന്നത് ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിലെ നിലാവ് എന്താണ്? ഈ വർണ്ണിക്കുന്ന പ്രിയപ്പെട്ടവൾ ഗായകന്റെ തന്റെ ഹൃദയത്തിൽ നിലാവ് പോലെ ശോഭിച്ചു നിൽക്കുന്നു എന്നാണ് ആള് പറയണത്. ഇനി പൂനിലാവ് വന്ന് പൂ വിതറുന്നുണ്ട്, പൂക്കളിൽ പൂറാണിയായി പൂത്തു നിൽക്കുന്നോളെ. എന്താണ്? മനോഹരമായ നിലാവ്, പൂനിലാവ്. മനോഹരമായ നിലാവ് എന്ന് പറഞ്ഞാൽ പൂനിലാവ്, ശോഭതയുള്ള നിലാവ് വന്ന് എല്ലായിടത്തും പൂക്കൾ വിതറുന്നത് പോലെ തോന്നുന്നു. എല്ലായിടത്തും പൂക്കൾ വിതറും. അപ്പൊ ഈ ഒരു പ്രിയപ്പെട്ടവളെ കുറേ രീതിക്കാണ് അവൾ സംബോധന ചെയ്യുന്നത്. താമരയായിട്ടും നിലാവായിട്ടും പൂക്കളായിട്ടും അല്ലെ. അതേപോലെ പ്രകാശം പരക്കുന്നു എന്നാ പറയണേ അല്ലെ. ആ പൂക്കൾക്കിടയിൽ പൂക്കളുടെ റാണിയെ പോലെ പൂറാണി ഒരു പക്ഷേ പൂക്കളുടെ റാണി. പൂറാണി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂക്കളുടെ റാണിയാണ് കേട്ടോ എന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഏറ്റവും മനോഹരമായി വിടർന്ന് പൂത്തു നിൽക്കുന്നവളെ എന്ന് ഗായകൻ തന്റെ പ്രിയപ്പെട്ടവളെ സംബോധന ചെയ്യുന്നു. ഓക്കെ, അവളുടെ സൗന്ദര്യത്തെയും ശോഭതയെയും പൂക്കളോടും പൂനിലാവിനോടും ഉപമിക്കുകയാണ് ഇവിടെ. ഫുൾ ഉപമയാണ് അല്ലെ, അത്ര തന്നെ, ഒന്നുമില്ല. അപ്പോൾ ആൾക്ക് പ്രിയപ്പെട്ടവളാണ് ഒരാൾ അല്ലെ. അപ്പൊ അതിനെ എന്താണ് കുറേ കാര്യങ്ങളായിട്ട് നമ്മുടെ എല്ലാത്തിനുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ കവി ഇവിടെ സംബോധന ചെയ്യുന്നുണ്ട്. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ കാത്തിരുന്ന് കാൽ തരിച്ചു പോയി. എന്താ അവിടെ? ഗായകൻ വീണ്ടും തന്റെ പ്രിയപ്പെട്ടവളെ താമരപ്പൂക്കൾ നിറഞ്ഞു പൂന്തോട്ടത്തിൽ വസിക്കുന്നവളെ എന്ന് സംബോധന ചെയ്യുന്നു. പൂന്തോട്ടത്തിൽ വസിക്കുന്നവളെ എന്ന് സംബോധന ചെയ്യാണ്. അതിനുശേഷം എന്താ പറയണേ? അവൾക്ക് വേണ്ടി ഒരുപാട് നേരം കാത്തിരുന്ന് തന്റെ കാലുകൾക്ക് തരിപ്പ് ബാധിച്ചു അല്ലെങ്കിൽ മരവിച്ചു പോയി. നമ്മൾ ഒരാളെ ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാള് വരാന്ന് പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കാത്തു നിൽക്കും അല്ലെ. അങ്ങനെ കാത്തുനിന്ന് കാലങ്ങട് മരവിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? തരിച്ചങ്ങോട്ട് പോയി പരിഭവിക്കുകയാണ് ഇവിടെ. ഓക്കെ, പ്രിയപ്പെട്ടവളെ കാണാനുള്ള, അവളുമായി ഒന്നിക്കാനുള്ള ദീർഘമായ കാത്തിരിപ്പിന്റെ വേദനയും വിരഹവുമാണ് ഈ വരികളിൽ പ്രകടമാവുന്നത്. എന്താണ് ഈ വരികളിൽ പ്രകടമാവുന്നത്? അവളുമായി അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവളെ കാണാനുള്ള, അവളുമായി ഒന്നിക്കാനുള്ള അല്ലെ
ആ ദീർഘമായ ആ വലിയ കാത്തിരിപ്പിന്റെ വേദനയും വിരഹവും എന്ന് പറഞ്ഞ ഒരു സങ്കടമൊക്കെയാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. മുമ്പ് വർണ്ണിച്ച സൗന്ദര്യത്തിൽ നിന്ന് കാത്തിരിപ്പിന്റെയും വേദനയുടെയും ഒരു തലത്തിലേക്ക് ഗാനം മാറുന്നു. ആദ്യം കുറച്ച് ഇതിൽ വന്നു, പിന്നെ പിന്നെ ചെറുതായിട്ട് ആളങ്ങോട്ട് ഇമോഷണൽ ഡാമേജ് ആയി. അടുത്ത കൺമണിയെ കാണുവാനായി കൊതിച്ചുപോയി കണ്ണുകൾ കൽബുകളില് കല്ലെറിയുന്നോളെ. എന്റെ പ്രിയപ്പെട്ടവളെ കൺമണിയെ, എന്റെ പ്രിയപ്പെട്ടവൾ എന്നാണ് കൺമണിയിൽ ഉദ്ദേശിക്കണേ, കാണാൻ വേണ്ടി എന്റെ കണ്ണുകൾ അതിയായി ആഗ്രഹിച്ചു പോയി, കൊതിച്ചു പോയി. നമ്മൾ അതിയായ ആഗ്രഹത്തിനെയാണ് ഇവിടെ കൊതിക്കുക എന്ന് പറയുന്നത്. അവൾ എങ്ങനെയുള്ളവളാണ്? തന്റെ കണ്ണുകൾ കൊണ്ട്, കണ്ണുകളാൽ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ, കൽബുകളിൽ കല്ലെറിഞ്ഞ് ഓളങ്ങൾ സൃഷ്ടിക്കുന്നവളാണ് കല്ലെറിയുന്നോളെ. ഒന്നുമില്ല, അതായത് കൊതിച്ചു പോയി എന്ന് പറഞ്ഞാൽ കണ്ണുകളിൽ അതിയായ ആഗ്രഹം അത്ര തന്നെ. പിന്നെ കണ്ണുകളാൽ എന്ന് പറയണതാണ് തന്റെ കണ്ണുകൾ കൊണ്ട്. കൽബുകളിൽ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലെറിയുന്ന പോലെ, കല്ലെറിയുന്നോളെ എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് കേട്ടാ. അവളുടെ നോട്ടം അത്രയേറെ തീവ്രവും ഹൃദയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളതുമാണ് എന്ന് കവി ഗായകൻ പറയുന്നു. പ്രിയപ്പെട്ടവളെ കാണാനുള്ള അദ്യമമായ ആഗ്രഹവും അവളുടെ നോട്ടത്തിൽ ആകർഷണീയതും ശക്തിയുമാണ് ഈ വരികളിൽ നിറഞ്ഞിരിക്കുന്നത്. ഈ വരികളിൽ ഒന്നുമില്ല, അവളെ കാണാനുള്ള ആ ഒരു വേവലാതി, ആ ഇൻട്രസ്റ്റ് ഒക്കെ കൂടിയാണ് ഇവിടെ അങ്ങോട്ട് എന്താ പറയാ, കാലം മരവിച്ചു പോവുക, കാത്തിരുന്ന നമ്മളൊരു വഴിയായി എന്നാ പറയണേ. അങ്ങനെയാണെങ്കിലോ, താമരപ്പൂങ്കാവനത്തിൽ വീണ്ടും താമസിക്കുന്നോളെ അന്നൊരു നാൾ അമ്പിളി മാമൻ വമ്പനായി വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്ന് കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളെ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ. ഒന്നുമില്ല, ഇവിടെ എന്താ പറയണേ, താമരപ്പൂക്കൾ നിറഞ്ഞ പൂങ്കാവനത്തിൽ വസിക്കുന്ന ഹൃദയങ്ങളിലെ നോട്ടം കൊണ്ട് ചലനമാക്കുന്ന പ്രിയപ്പെട്ടവളെ എന്ന് ഗായകൻ വീണ്ടും സംബോധന ചെയ്യുന്നു. ഒരു ദിവസം ചന്ദ്രൻ അമ്പിളി മാമൻ വളരെ അഹങ്കാരത്തോടെ ഗമയോടെ വമ്പനായി വന്നു. വമ്പൻ എന്ന് പറഞ്ഞ ഗമ. എന്നാൽ താമരപ്പൂങ്കാവിൽ വസിക്കുന്ന നിന്നെ കണ്ട മാത്രയിൽ ആ ചന്ദ്രൻ പോലും നിന്റെ സൗന്ദര്യത്തിൽ അത്ഭുതപ്പെട്ട് സ്തംഭനായി നിന്നു. എന്താ അമ്പരന്ന് നിന്നു. പ്രിയപ്പെട്ടവളുടെ സൗന്ദര്യം ചന്ദ്രനെ ശോഭയെ പോലും അതിശയിപ്പിക്കുന്നതാണ് എന്ന് അതിശയോക്തി കലർത്തി വർണ്ണിക്കുകയാണ് ഗായകനോട്, അല്ലേ? അപ്പോൾ ഇതാണ്, പ്രത്യേകിച്ചൊന്നുമില്ല, പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി അത്രത്തോളം സ്നേഹിച്ച് കാത്തിരുന്ന് ആ ഒരു എന്താ പറയാ, അവരുടെ ആ ഒരു ഇൻറ്റിമസി, അതൊക്കെയാണ് ഈ ഒരു ഇതിൽ പറയണത്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കണം. ഇതിന്റെ നോട്ട് വേണമെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്താൽ മതി കേട്ടോ.